ഹായ് ഗുഡ് ഈവനിങ് ഓൾ. അറോറ 30 ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാം ഇപ്പം ജോയിൻ ചെയ്യുന്നതായിരിക്കും. മാം ഒരു പ്രോഗ്രാമിലാണ്. ഒരു ജസ്റ്റ് 2 to 3 മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. താങ്ക് യു സോ മച്ച്. Good evening, all. Good evening. Good evening, madam. Good evening, madam. Good evening. Good evening, ma'am. Good evening. ഇന്നത്തെ സെഷനിൽ Good evening, Good ma'am. evening. യെസ് ഗുഡ് ഈവനിങ്. ഇന്നത്തെ സെഷന്റെ പ്രത്യേകത ഇന്ന് നമുക്ക് Q&A സെഷനാണ്. ഇൻഫാക്ട് വേറൊരു കോച്ചായിരുന്നു, പക്ഷേ ഇന്നത്തെ സെഷൻ എടുക്കേണ്ടിയിരുന്നത് ആൾക്ക് ഇന്ന് എമർജൻസി വന്നത് കാരണം നമ്മൾ ഇതൊരു Q&A സെഷനായിട്ട് ഇന്ന് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. കുറച്ച് പേര് ക്വസ്റ്റ്യൻസ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാത്ത ഇപ്പം ലൈവിൽ ചോദ്യങ്ങൾ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിനെ കുറിച്ച് ചോദിക്കാം, ചലഞ്ചസിനെ കുറിച്ച് ചോദിക്കാം. ചലഞ്ചസ് കുറച്ച് പേര് ചലഞ്ചസ് ചെയ്യുന്നുണ്ട്. അവർ ചലഞ്ചസിൻ്റെ ഗ്രൂപ്പിൽ ആക്ഷൻ ടേക്കേഴ്സിൻ്റെ വേറൊരു ഗ്രൂപ്പ് നമുക്കുണ്ട്. ഭംഗിയായിട്ട് അവർ ചലഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചലഞ്ച് കൃത്യമായിട്ട് ചെയ്യുന്ന ആർക്കെങ്കിലും ആ ചലഞ്ചിനെ കുറിച്ച്, നിങ്ങൾ ചെയ്യുന്ന ചലഞ്ചിനെ കുറിച്ച് ഒരു ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ ആ ചലഞ്ച് നിങ്ങൾക്ക് എങ്ങനെ ബെനിഫിറ്റ് ആകുന്നു എന്നൊന്ന് പറയാമോ? ചലഞ്ച് ചെയ്യുന്ന ഗ്രൂപ്പിലുള്ള അറോറ 30 ചലഞ്ച് ചെയ്യുന്നവരുടെ ഗ്രൂപ്പിലുള്ള ആർക്കെങ്കിലും, ആ ചലഞ്ച് ചെയ്യുന്ന ആർക്കെങ്കിലും ആ ഒരു ചലഞ്ച് എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുന്നു എന്ന്, അല്ലെങ്കിൽ അത് എങ്ങനെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയെന്നൊന്ന് ഷെയർ ചെയ്യാമോ? ആരെങ്കിലും ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ പേടിയാണോ? അല്ലെങ്കിൽ അത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ തകർത്ത് പിടിച്ച് ചോദിക്കണ്ടേ? ചലഞ്ച് ചെയ്യുന്നവർ ഇപ്പൊ എനിക്കറിയാം, ഇതിനകത്ത് ശരത്ത് ചലഞ്ച് ചെയ്യുന്നുണ്ട്, അനൂപ് ചെയ്യുന്നുണ്ട്, ഷാജി ചെയ്യുന്നുണ്ട്, ചലഞ്ച് ചെയ്യുന്നുണ്ട്, സുനിത ചെയ്യുന്നുണ്ട് ചലഞ്ച്, പിന്നെ പ്രിയ സന്ധ്യ, ഇവരൊക്കെ ചലഞ്ച് ചെയ്യുന്നതാണ് ഗ്രൂപ്പിൽ. ഞാൻ ഇപ്പോഴത്തെ കോച്ചുമാരെ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല, കാരണം അവർ ഓൾറെഡി ദേ നോ ദ തിങ്സ് ആൻഡ് അവർ ചലഞ്ച് കൃത്യമായിട്ട് ചെയ്യുന്നവരാണ്. അല്ലാതെ ഈ അറോറയിൽ മാത്രം ഉള്ളവരെ മാത്രമാണ് ഞാനിവിടെ ചോദിക്കുന്നത്. റുമിയ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ചലഞ്ച് ചെയ്യുന്ന ആർക്കെങ്കിലും നിങ്ങൾ ആ ചലഞ്ച്, ഏതെങ്കിലും ഒരു ചലഞ്ച് അല്ലെങ്കിൽ 1-2 ചലഞ്ച് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റിനെ കുറിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ടോ, അതിനെക്കുറിച്ച് ഞാനൊന്ന് പറയാൻ പറയുന്നത്, പ്ലീസ്. മാഡം യെസ്, കേൾക്കാം. കേൾക്കാം. എനിക്ക് ഫീൽ ചെയ്ത് നമ്മുടെ സൈലൻസ് മെഡിറ്റേഷൻ ഉണ്ടല്ലോ, സൈലന്റ് മെഡിറ്റേഷൻ, അത് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. മൈൻഡ് ഒരു റിലാക്സ് ആയിട്ടുണ്ട് നല്ലതായിട്ട്. വളരെ സന്തോഷം. നമ്മളെ പ്രീ ഫ്രോണ്ടൽ ലോബിൽ ഇവിടെയാണ്
സൈലൻസിൽ നമ്മൾ ഇരിക്കുമ്പോൾ എസ്പെഷ്യലി നമുക്ക് ഒരു ചേഞ്ച് വരുന്നത് നമ്മുടെ എൻറ്റയർ സിസ്റ്റത്തിൽ സൈലൻസ് നമുക്ക് ഒരു ഷട്ട് ഡൗൺ ചെയ്യുന്ന, നമ്മുടെ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്തിട്ട് റിലാക്സ് ചെയ്യുന്ന പോലെ, പിന്നെ നമ്മൾ തിരിച്ച് കണ്ണുറക്കുമ്പോൾ റീചാർജ് ചെയ്തതുപോലെ, നമ്മൾ ഫോൺ ചാർജ് ചെയ്താൽ കൂടുതൽ ബ്രൈറ്റൻ ആവുന്നത് പോലെ നമ്മുടെ തോട്ട്സ് ക്ലാരിറ്റി ഉണ്ടാകും, നമുക്ക് ഫോക്കസ് നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും, ഇന്നർ പവറും ഇന്നർ സ്ട്രെങ്ത്തും ഇന്നർ ക്ലാരിറ്റി ഒക്കെ എൻഹാൻസ് ചെയ്യും. താങ്ക് യു ഷാജി ഫോർ ഷെയറിങ് ദാറ്റ്. സോ താങ്ക് യു സോ മച്ച്. ഇനി ചോദ്യത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാം. ക്വസ്റ്റ്യൻ ഡേ ആയതുകൊണ്ടാണ്, Q&A ആയതുകൊണ്ടാണോ ഇന്ന് ആളുകൾ കുറവാണ്? ഇനി ചോദ്യം ചോദിക്കേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണോ ആളുകൾ ഇന്ന്? അല്ലെങ്കിൽ കുറച്ചുപേരും കൂടി കാണേണ്ടതാണല്ലോ. ചോദിക്കാമോ ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻസ്? മാം, നമുക്ക് പേഴ്സണലി വന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഐ ആം എ മദർ ഓഫ് 2 daughters ആൻഡ് ഐ ഓഫൺ ഫീൽ ഫ്രസ്ട്രേറ്റഡ്. When I am angry, I sometimes speak harshly or create negative situations at home. I truly want to change this. How can I heal and manage my frustration so I can respond to my children with calm and love instead? ഇതാണ് ക്വസ്റ്റ്യൻ. വെരി വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. ഇൻഫാക്ട് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഇമോഷൻ, ഞാൻ ആ ഫ്രസ്ട്രേഷൻ കൊണ്ട് കുട്ടികളോടത്ത് ഹാർഷായിട്ട് സംസാരിക്കുന്നതാണ് പറയുന്നത്. ആ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ് ആണ്, ഒരു അവസ്ഥയാണ്. ആ ഫ്രസ്ട്രേഷൻ വരാനുള്ള ഒരു ഇമോഷൻ ഉണ്ട്. അത് ചിലപ്പോൾ ആങ്കർ ആയിരിക്കാം, അല്ലെങ്കിൽ സങ്കടമായിരിക്കാം, അല്ലെങ്കിൽ ഗ്രഡ്ജ് ആയിരിക്കാം, അല്ലെങ്കിൽ റിഗ്രഷൻ ആയിരിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐഡന്റിഫൈ വിച്ച് ഇമോഷൻ ഈസ് ബിഹൈൻഡ് ദാറ്റ്. ആ ഹാഷായിട്ട് സംസാരിച്ച് പോകുന്നതിൻ്റെ റീസൺ എന്താണ്, ആ കറക്റ്റ് ഇമോഷൻ ഐഡന്റിഫൈ ചെയ്യണം. ചിലപ്പോൾ ഒരു പക്ഷേ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ കുറേ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കുക, ആ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത ഒരു നിരാശയായിരിക്കാം, അതല്ലെങ്കിൽ എൻവയോൺമെന്റ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു എൻവയോൺമെന്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല ലൈഫിൽ. അതുപോലെ നമ്മുടെ കൂടെ ഉള്ളവരിൽ നിന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാകാം, ഒരു ഡിപ്പെൻഡൻസി നമുക്ക് ഉണ്ടായിട്ടുണ്ടാകാം, നമ്മൾ പ്രതീക്ഷിച്ച പോലെ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെ വരാം. ഇതൊന്നും അല്ലെങ്കിൽ തന്നെയും നമ്മുടെ ഡ്രീം എവിടെയോ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാകാം. ഇതിന് എന്താണ് റീസൺ എന്ന് ആദ്യം കണ്ടുപിടിക്കുക. ഇനി ഇതൊന്നും അല്ല എങ്കിൽ റിലേഷൻഷിപ്പിൽ വരുന്ന ഹീല് ചെയ്യപ്പെടാത്ത റിലേഷൻ, അൺഫെൽറ്റ് ഇമോഷൻസ്, ബാക്ക്ലോഗ്സ് കിടക്കുന്നുണ്ടാകാം ഉള്ളില്. ഇപ്പൊ ഹസ്ബൻഡ് വൈഫ്, അതല്ലെങ്കിൽ വേറെ ആരുമായിട്ടുള്ളെങ്കിലും ഉള്ളൊരു ബന്ധത്തിലൊരു വിള്ളലുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു മുറിവുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ എക്സ്പീരിയൻസ് അത്ര നല്ലതായിരിക്കത്തില്ല. അതിൽ നിന്നും വന്ന ഒരു സങ്കടമോ അല്ലെങ്കിൽ ഹേർട്ടോ ഒരു ഊണ്ടോ ഒക്കെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അത് ഹീല് ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് ആ ഫ്രസ്ട്രേഷൻ ആയിട്ടായിരിക്കും വരിക, ആങ്കർ ആയിട്ടായിരിക്കും വരിക, സാഡ് ആയിട്ടായിരിക്കും വരിക, ചിലപ്പോൾ ഗിൽറ്റ് ആയിട്ടായിരിക്കും വരിക. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐഡന്റിഫൈ ദാറ്റ് ഇമോഷൻ, അതിൻ്റെ ബിഹൈൻഡ് ഉള്ള ഇൻസിഡന്റ് അല്ലെങ്കിൽ ഊണ്ട്, എന്തെങ്കിലും മെന്റലി മാനസികമായി നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും കിടക്കുന്നുണ്ടോ, നമ്മുടെ സ്റ്റോറി നമ്മൾ തന്നെ ഒന്ന് തിരിച്ച് ബാക്ക് ഒന്ന് എടുത്ത് നോക്കുക. ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഹീൽ ചെയ്യുക. ഫൊഗീവ് ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ ഫൊഗീവ് ചെയ്ത് കൊടുക്കുക. സെൽഫ് ഫൊഗീവ്നെസ് ആണെങ്കിൽ അത് ചെയ്യുക. അതിലെ ഡ്രീം ഒരു നിരാശയാണ് അതിൻ്റെ പിന്നിലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഒരു കരിയറിനെ കുറിച്ച് ചിന്തിക്കുക, പാഷൻ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക, ഒരു നല്ല കോച്ചിനെയോ മെന്ററിനെയോ ഒന്ന് കണ്ടുപിടിക്കുക. ദെൻ ജസ്റ്റ് ട്രൈ സംതിങ് ന്യൂ. പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ ഒരു കോഴ്സോ അല്ലെങ്കിൽ പുതിയൊരു കരിയറോ ഓപ്റ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള ഏതെങ്കിലും കാര്യം നമ്മൾ അതിനൊരു ഇനിഷ്യേഷൻ എടുക്കുക. ഇപ്പൊ കുട്ടികളെന്ന് പറയുന്നത് നമ്മളുടെ ഇമോഷണൽ ഭാരം എടുത്ത് തീർക്കാനുള്ള ടൂൾസ് എല്ലാം അറിയുക. നമ്മൾ കൊടുക്കുന്ന ഈ സ്ക്രിപ്റ്റും ഈ പറയുന്ന കാര്യങ്ങളും കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ അടുത്ത് തന്നെ അവർ തിരിച്ചുപയോഗിക്കുമെന്ന് മനസ്സിലാക്കുക. ഓൾവേസ് കെയർ അബൌട്ട് വാട്ട് വി ആർ ഷെയർ, ഹൗ വി ടോക്ക് ടു അവർ കിഡ്സ്. അവരുമായിട്ട് നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അത് ശ്രദ്ധിക്കണം. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. എനിക്ക് വ്യക്തമായിട്ടും ഈ ചോദിച്ച ആളിനെ കുറച്ച് അവയർനെസ്
അവെയർ ആണ്, കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് അവെയർ ആയിട്ടുള്ള ഒരാളുടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ ഡെഫിനറ്റ്ലി യു ക്യാൻ ഓവർകം ദിസ് സിറ്റുവേഷൻ. താങ്ക് യു സോ മച്ച്. ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ നമുക്ക് നേരത്തെ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് മാം ക്വസ്റ്റ്യൻ ഉണ്ട്. യെസ്, ചോദിച്ചോളൂ. മാം ഇപ്പൊ നമുക്ക് ഉം. ഒരേ സമയം പല കാര്യങ്ങൾ നേടേണ്ടതായിട്ടുണ്ടാവില്ലേ, ചെറുതും വലുതുമായിട്ടുള്ള പല പല കാര്യങ്ങൾ നമുക്ക് ഉം. നേടേണ്ടതായിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ ഇത് വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിനെ മാത്രമേ നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഒരു മൂവി പോലെ, എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഒരു മൂവി പോലെ ഞാൻ അങ്ങനെ വിഷ്വലൈസ് ചെയ്യുമായിരുന്നു. അപ്പൊ ഈയിടെ ഞാൻ ഇങ്ങനെ അറിഞ്ഞു, അങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കൺഫ്യൂഷൻ വരും. ഏതെങ്കിലും ഒരു കാര്യം മാത്രമേ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് അത് നേടിയതിന് ശേഷം മാത്രമേ മറ്റൊരു ഉം. കാര്യത്തിന് വേണ്ടി നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. അപ്പം എല്ലാ കാര്യങ്ങളും പലപ്പോഴും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഉം. അപ്പൊ See, എന്ത് ചെയ്യും? ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നേടിക്കഴിയുമ്പോൾ ലൈഫിലുണ്ടാകുന്ന കുറേയധികം റിഫ്ലക്ഷൻസ് ഉണ്ട്. പല കാര്യങ്ങളിലേക്കും നമുക്ക് പല ഏരിയയിലും അതിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിസിനസ്സിൽ സക്സസ് ആണെങ്കിൽ ലൈഫിൽ വേറെ ഒത്തിരി കാര്യങ്ങളിലേക്ക് അതിന്റെ റിഫ്ലക്ഷൻസ് ഉണ്ടാവും. അത് അങ്ങനെ ചേർത്ത് കാണുന്നതിൽ കുഴപ്പമില്ല. സി, വൺ ഡ്രീം അറ്റ് എ ടൈം എന്ന് പറയുന്നതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ, ഫോക്കസ്ഡ് ആകാൻ വേണ്ടിയിട്ടാണ്, ഡിസ്ട്രാക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമുക്ക് ബിസിനസ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മണി നമ്മളിലേക്ക് വരുമ്പോൾ ഒത്തിരി കാര്യങ്ങളിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാകുന്നില്ലേ? ലൈഫിൻ്റെ എല്ലാ മേഖലകളിലും ചേഞ്ച് വരുന്നില്ലേ? അപ്പം ആ ചേഞ്ച് നമുക്ക് വിഷ്വലൈസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അബൻഡൻസ് വരുമ്പോൾ നമുക്ക് ഏതൊക്കെ വേ, ഇപ്പം നമ്മുടെ റിലേഷൻഷിപ്പ് മെച്ചപ്പെടും, നമ്മളുടെ ചോയ്സ്, ദ പവർഫുൾ, വി ക്യാൻ ചൂസ്, നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാൻ പറ്റും, ഒരു ഫ്രീഡം ഉണ്ടാകും, ട്രാവൽ ചെയ്യും. ഇതെല്ലാം അതിൻ്റെ ആ ഒരു അബൻഡൻസിന്റെ ബൈ പ്രോഡക്റ്റ് ആണ്. അതെല്ലാം നമ്മൾ കാണുമ്പോഴാണ് ഫീൽ ചെയ്യാൻ പറ്റുക. വിഷ്വലൈസേഷനിൽ ഏറ്റവും പ്രധാനം ഫീലിംഗ് ആണ്. സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ രണ്ട് രീതിയിലേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ, എയ്തർ ഇമോഷൻ ഓർ റെപ്പറ്റീഷൻ. ഒന്നുകിൽ നമ്മൾ കറക്റ്റ് ഇമോഷൻ അവിടെ കൊടുക്കുക, ഫീല് കൊടുക്കുക, അതിനോടൊപ്പം തന്നെ റിപ്പീറ്റ് ചെയ്ത് കാണുക, റിപ്പീറ്റ് എന്നാലേ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് രജിസ്റ്റർ ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. സോ ഒന്ന് എന്ന് പറയുന്നതിൽ ഒറ്റ കാരണമാണ്, ഇപ്പം നമുക്ക് ഒരാൾ ചിലപ്പോൾ കരിയറും റിലേഷൻഷിപ്പും, നല്ലൊരു വൈഫിനെ വേണം, അല്ലെങ്കിൽ നല്ലൊരു ഹസ്ബൻഡിനെ വേണം, നല്ലൊരു ജോലി വേണം. ഇത് രണ്ട് കോൺട്രഡിക്ടറി ആണ്. അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ആദ്യം ചെയ്തിട്ട് അതിൽ ഫോക്കസ് കൊടുത്തിട്ട് അടുത്തതിലെടുക്കാം. അങ്ങനെയാണ്. അല്ലാതെ സെയിം ഇപ്പം അബൻഡൻസിൽ നമുക്ക് ഇതെല്ലാം വരുമ്പോൾ ഇതെല്ലാം നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ക്ലിയർ അല്ലേ ജയ? അതെ മാം, അതെ, മനസ്സിലായി. യെസ്. ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ കിട്ടിയ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ വേറെ ഉണ്ടോ ബിനില്ല? മാഡം, യെസ്, ശരത്. മാഡം, നമ്മുടെ ഈ വൈബ്രേഷൻ അല്ല ഫ്രീക്വൻസി ഉയർത്താൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെഡിറ്റേഷൻ, ആ അതുപോലെ വേറെ എന്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? മെഡിറ്റേഷൻ നമുക്ക് ഏറ്റവും ഫ്രീക്വൻസി നമ്മളെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഉയർത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ തോട്ട്സും ഇമോഷനും വേർഡ്സും ആക്ഷനും ആണ്. എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്? നെഗറ്റീവ് തോട്ട്സ് ആണെങ്കിൽ വൈബ്രേഷൻ താഴേക്ക് പോകും. നെഗറ്റീവ് തോട്ട്സ്, ഞാൻ ഇത് പോയാൽ ശരിയാവും തോന്നുന്നില്ല, നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി പോയി. അതുപോലെ തന്നെ നമ്മൾ പറയാണ്, ഞങ്ങൾ സങ്കടം ഒരു കിട്ടോ, അല്ലെങ്കിൽ ശരിയാവോ, ഞാൻ ചെയ്താൽ ശരിയാവോ, ഡൗട്ട് വന്നു, വൈബ്രേഷൻ താഴെ പോയി. ഞാൻ എത്ര നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, കുറേ സമയം ഞാൻ വേസ്റ്റ് ആക്കി. ഗിൽറ്റ് വന്നു, വൈബ്രേഷൻ താഴെ പോയി. സാഡ് വന്നു, വൈബ്രേഷൻ താഴെ പോയി. റിഗ്രഷൻ വന്നു, കഷ്ടമായിപ്പോയി, അവർക്കെല്ലാം കിട്ടി, എനിക്ക് മാത്രം കിട്ടിയില്ലല്ലോ. റിഗ്രഷൻ വന്നു, ഞാൻ നേരത്തെ വർക്ക് ചെയ്യേണ്ടത്, താഴെ പോയി. ഇമോഷൻ കറക്റ്റ് ആയിരിക്കണം. അപ്പൊ ജോയ്, ഹാപ്പിനെസിന്റെ ഇമോഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, ജോയ്, അല്ലെങ്കിൽ നമ്മൾ ഇൻസ്പിറേഷൻ, പീസ്, ഇതൊക്കെ ഹയർ വൈബ്രേഷന്റെ ഇമോഷനാണ്. ഞാൻ ഇന്ന് സെഷനിൽ നേരത്തെ ലൈഫ് കോച്ചിങ്ങിൽ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ, അവരെ പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ അവർ പെട്ടെന്ന് നമ്മൾ അട്രാക്ട് ചെയ്യുന്ന എന്താണ്? അവരുടെ സന്തോഷമാണ്, ഹാപ്പിനെസ് ആണ്, ഒരു ലെവൽ ഓഫ് ഇമോഷനാണ്. നമ്മൾ വിചാരിക്കുന്നത് എന്താ, അവർ സക്സസ് ആയതുകൊണ്ടാണ് ഇത്രയും ചിരിച്ചു നിൽക്കുന്നത്, അവര് ഹാപ്പി ആയതുകൊണ്ടാണ്, അവര് റൈറ്റ് ഇമോഷൻ ഹോൾഡ് ചെയ്തത് കൊണ്ടാണ് അവർ സക്സസ് ആവുന്നത്.
സെലിബ്രിറ്റീസിനൊക്കെ തന്നെ എടുത്താൽ അറിയാം, അവർ എപ്പോഴെങ്കിലും നിരാശരായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അവർ ഹാപ്പിയായി ഇരിക്കുന്നത് കൊണ്ടാണ് അവർ സെലിബ്രിറ്റി ആയത്. ആ ഇമോഷൻ, കറക്റ്റ് ഇമോഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ് വൈബ്രേഷൻ ഉയർത്താനുള്ള ഒരു കാര്യം. നമ്മൾ പറയില്ലേ പ്രെയർ വൈബ്രേഷൻ ഉയർത്തും. പക്ഷെ പ്രെയർ ചെയ്യേണ്ട രീതി പ്രെയർ ചെയ്യണം. നിലവിളിച്ച് കരഞ്ഞു വിളിച്ച് പിന്നെ പ്രെയർ ചെയ്താൽ നമ്മളുടെ വൈബ്രേഷനിലേക്ക് പോയില്ല. ആ പ്രെയർ നമ്മുടെ ഇമോഷനെ താഴെ കൊണ്ടുപോയുള്ളൂ. അപ്പൊ നമ്മൾ പ്രെയർ ചെയ്യുമ്പോൾ നമ്മൾ ഇൻഫാക്ട് യൂണിവേഴ്സിനോടുള്ള ഡിമാൻഡാണ് പ്രെയർ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്? എനിക്കത് വേണം എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്താ തോന്നുന്നത്? എനിക്കത് കിട്ടാനുള്ള അർഹതയുണ്ട് എന്നാണ്. പ്രെയറിൽ എന്താണ്? അയ്യോ എനിക്ക് കിട്ടണേ തരണേ എന്ന് പറഞ്ഞ് കരയുമ്പോൾ എനിക്ക് ഒട്ടും അർഹതയില്ല, എന്നാലും എനിക്ക് തരണേ. അപ്പൊ ഇമോഷൻ ചേഞ്ച് ആവും. അപ്പൊ പ്രെയർ പോലും നമ്മളെ വൈബ്രേഷൻ കൂട്ടും. പക്ഷെ കറക്റ്റ് രീതിയിൽ പ്രെയർ ചെയ്യണം, അത് വൈബ്രേഷൻ കൂട്ടും. റൈറ്റ് ഇമോഷൻ നമ്മൾ ഹോൾഡ് ചെയ്യണം, അത് വൈബ്രേഷൻ കൂട്ടും. നല്ല വേർഡ്സ് ഓപ്റ്റ് ചെയ്ത്, ഇൻഫാക്ട് ഒരു വേർഡിലൊക്കെ നമ്മുടെ വൈബ്രേഷൻ ചേഞ്ച് ചെയ്യും. സുഖല്ലേ? അടിപൊളിയല്ലേ, താങ്ക് ഗോഡ്, അടിപൊളിയാണ്, വളരെ നന്നായിട്ട് പോകുന്നു, ഇങ്ങനെ പറയുന്നത് കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പോകുന്നു, രണ്ടും രണ്ടല്ലേ? അപ്പൊ ബോഡിയിൽ തന്നെ നമ്മൾ ആ ഒരു വേർഡിന്റെ എനർജി നമ്മുടെ ബോഡിയിൽ വൈബ്രേറ്റ് ചെയ്യും. എവറിത്തിങ് വൈബ്രേറ്റ്സ്, എല്ലാം എനർജിയാണ്. അപ്പൊ ഒരു വേർഡിൽ നമുക്ക് വൈബ്രേഷൻ ഉണ്ടാക്കാൻ പറ്റും. നമ്മളൊന്ന് ഒരു നല്ല ഒരു സ്മൈല്, വൈബ്രേഷൻ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ചെയ്ത ആക്ഷൻ, നമുക്ക് ഒരാൾക്ക് ഒരു നല്ല കാര്യം ചെയ്തു കൊടുക്കാൻ. ഇപ്പൊ എക്സാമ്പിൾ പറയണം, നമ്മളിപ്പോ ഇങ്ങനെ ഒരു റോഡിൽ പബ്ലിക് പ്ലേസിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പ്രായമുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി തന്നെ സാധനങ്ങളൊക്കെ ആയിട്ട് വന്ന് സ്കൂട്ടറിൽ വന്ന് വീണു വെക്കുക. നമ്മൾ നോക്കി നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് പോലെ ഓടിച്ചെന്ന് അവരെ സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്ത് അവരെ എഴുന്നേൽപ്പിച്ചു സ്കൂട്ടർ ഉയർത്തി വെച്ചു കൊടുക്കുമ്പോൾ അതൊരു നല്ല ആക്ഷനാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് തന്നെ വി ഫീൽ ഗുഡ് അവർ സെൽസ്. ഒരിക്കൽ ചെയ്യാൻ പറ്റില്ല, ഒരു നല്ല ആക്ഷൻ ചെയ്യാൻ പറ്റില്ല. ഒരാൾക്കൊരു വഴി പറഞ്ഞു കൊടുക്കല്, ഒരാളെ നോക്കി ചിരിക്കല്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തു കൊടുക്കൽ, ഇതെല്ലാം നല്ല ആക്ഷൻസ് ആണ്. വേറെ ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന ആക്ഷനാണ് വൈബ്രേഷൻ കൂട്ടുന്നത്. അതല്ല ഞാൻ ചെയ്തു കൊടുത്തിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചാൽ അവിടെ വൈബ്രേഷൻ, ആ ഇന്റൻഷൻ റോങ് ആയിപ്പോയി, അവിടെ വൈബ്രേഷൻ വരത്തില്ല. പിന്നെ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്ന നമ്മുടെ വൈബ്രേഷൻ കൂട്ടും. സൈലൻസിലിരിക്കുന്ന വൈബ്രേഷൻ കൂട്ടും. ദെൻ ആനിമൽസിനടുത്ത് അൺകണ്ടീഷണലി നമ്മൾ ഏത് ജീവിയെയും സ്നേഹിക്കുന്നത് നമ്മുടെ വൈബ്രേഷൻ കൂട്ടും. ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്നത് വൈബ്രേഷൻ കൂട്ടും. അഫർമേഷൻ, നല്ല പോസിറ്റീവ് അഫർമേഷൻസ് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഇൻവോൾവ് ചെയ്ത് ഫീൽ ചെയ്ത് പറയുന്നത് വൈബ്രേഷൻ കൂട്ടും. ഇതെല്ലാ കാര്യങ്ങളും വൈബ്രേഷൻ കൂട്ടുന്നതാണ് ചിലത്. സോ നമുക്ക് ഓക്കെ ആണോ നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് ഏതാണ് അത് നമുക്ക് ചൂസ് ചെയ്യാം. താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. വേറെ ക്വസ്റ്റ്യൻസ്? അതുപോലെ തന്നെ ഇപ്പൊ ഈ വൈബ്രേഷനും ഇമോഷനും ഇപ്പൊ നമ്മുടെ മക്കൾ ഇപ്പൊ അവര് ഇപ്പം ഒരുപാട് മൊബൈലൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ അവരുടെ ആ പഠിത്തത്തിൽ നിന്ന് ശ്രദ്ധയിട്ട് നമ്മള് എത്ര പറഞ്ഞാലും കേൾക്കാതെ വരുന്ന ആ സിറ്റുവേഷൻ ഇല്ലേ, ആ സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അമ്മമാർക്ക് നെഗറ്റീവ് ഇമോഷനിലേക്ക് ഇതെന്താവും പഠിച്ചില്ലല്ലോ, എനിക്ക് അങ്ങനെ ഞാൻ പോകുന്നുണ്ട്. നമ്മളെ കുട്ടികളെ വളർത്തുന്നതിലുള്ള മിസ്റ്റേക്ക് ആണ്. കുട്ടികൾക്ക് ചെറിയ ക്ലാസ് തൊട്ടേ റെസ്പോൺസിബിലിറ്റി കൊടുക്കണം. നമ്മൾ എന്ത് ചെയ്യും, എല്ലാം ചെയ്തു കൊടുക്കും. വേണമെങ്കിൽ ഹോംവർക്കും ആദ്യ ക്ലാസ്സിന് 3-4 കൊച്ചല്ലേ ഹോംവർക്ക് അങ്ങ് ചെയ്തു കൊടുക്കാം. ചെയ്യരുത്. അവർക്കൊരു ഓണർഷിപ്പ്, അവരുടെ ലൈഫാണ് അവരുടെ കൈകളിലാണ്. നമുക്ക് ഒരാളെ ലൈഫിൽ ഒറ്റ ആളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, അത് നമ്മളാണ്. അത് നമ്മൾ ചെയ്യത്തുമില്ല. നമ്മൾ ആവശ്യമില്ലാത്തവരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പോവുകയും ചെയ്യും. അപ്പൊ എൻഡ് ഓഫ് ദ ഡേ എന്ത് ചെയ്യും, നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. നമുക്ക് നമ്മളെല്ലാം വേറെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, മക്കളെ പോലും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. സോ വി ക്യാൻ know how to show, how to live, how to എങ്ങനെയാണ് ഹാൻഡിൽ ദ സിറ്റുവേഷൻ, how to take a decision, how to solve a problem, ഇതൊക്കെ കാണിച്ചു കൊടുക്കലാണ് നമ്മൾ പാരന്റിങ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ കാര്യങ്ങൾ 3 വയസ്സാകുമ്പോഴേ റെസ്പോൺസിബിലിറ്റി കൊടുത്തു തുടങ്ങുമ്പോൾ അവരത് ലേൺ ചെയ്ത് എന്റേതാണ്. പഠിക്കുക എന്ന് പറയുന്നത് കുട്ടിയാണ് പഠിക്കേണ്ടത്, നമ്മളല്ല. യെസ്, കുട്ടിയാണ് പഠിക്കേണ്ടത്. അപ്പൊ ചെറിയ പ്രായത്തിൽ തൊട്ട് പഠിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ്, എന്തിന് പഠിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുക, അത് അവരുടെ കൈകളിലാണ്. അത് ആ പഠിക്കുന്ന ലേണിങ്ങിന്റെ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്, അതിനൊരു റിസൾട്ട് ഉണ്ട്, അതിനൊരു ഔട്ട്കം ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക. ഒരിക്കലും അഡ്വൈസ് ചെയ്യരുത് കുട്ടികളെ, എസ്പെഷ്യലി അഡോളസൻസ്
ആ ഒരു ടീനേജൊക്കെ എത്തുമ്പോൾ അഡ്വൈസ് അവരെ ഇറിറ്റേറ്റ് ചെയ്യും. അഡ്വൈസ് അല്ല അവിടെ കൊടുക്കാനുള്ളത്. അവിടെ നമ്മൾ അവരെ കൂടെ ഇരുത്തി, ഇത്രയും കാലം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാതെ നമ്മുടെ മിസ്റ്റേക്കാണ്, കൂടെ ഇരുത്തിയിട്ട് നമുക്ക് അവരുടെ അവയർനെസ് കൊടുക്കുക, എന്നിട്ട് ഓണർഷിപ്പ് കൊടുക്കുക, റെസ്പോൺസിബിലിറ്റി കൊടുക്കുക, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യുക. ചെറിയ എന്തെങ്കിലും നന്മ കുഞ്ഞുങ്ങളുടെ കയ്യിൽ എന്തായാലും എന്തെങ്കിലുമൊക്കെ കാണാം, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക, അവരെ അക്നോളജ് ചെയ്യുക, അവരെ റിവാർഡ് കൊടുക്കുക. ഇതിലൂടെയൊക്കെ മാത്രമാണ് നമുക്ക് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. ദേഷ്യപ്പെട്ടത് കൊണ്ടോ ബഹളം ഉണ്ടാക്കിയോണ്ടോ ഒരു കാര്യമില്ല. ഇനി അഡിക്ഷൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ഫോൺ അഡിക്ഷൻ ഒക്കെ ഉണ്ടാവും. ഈ അഡിക്ഷൻ ഒഴിവാക്കുന്നതിന് ആ അഡിക്ഷൻ അവർ ഉപയോഗിക്കുന്ന സമയം, ആ ടൈമിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വേറൊരു സംഭവം അവരിലേക്ക് ഇംപ്ലാന്റ് ചെയ്ത് കൊടുക്കണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒത്തിരി സമയം ഫോൺ ഉപയോഗിക്കുന്ന സമയം, പഠിത്തത്തിന് കഴിഞ്ഞ് ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത്, ആ സമയത്ത് അവന് ഇഷ്ടമുള്ള വേറൊരു ആക്ടിവിറ്റിയിലേക്ക് അവനെ ഡൈവേർട്ട് ചെയ്ത് വിടുക. എക്സാമ്പിൾ പറയുന്നത് സ്പോർട്സ്, ഗെയിംസ്, ഏതിലെങ്കിലും ആ ഒരു അരമണിക്ക്. അപ്പോൾ ആ അഡിക്ഷൻ്റെ ടൈം അവൻ അങ്ങനെ ഒരു ക്രിയേറ്റീവ് കൺസ്ട്രക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മെല്ലെ മെല്ലെ ഈ അഡിക്ഷൻ എന്ന് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇതാണ് പ്രാക്ടിക്കലായിട്ട് നമുക്ക് പോസിബിൾ ആവുന്ന കാര്യം. പിന്നെ നമുക്ക് കൂടെ നിർത്തി കുട്ടികളെ കുറച്ചുകൂടെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവന്നു, കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ച് അവരെ കേട്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, ബി എ ഫ്രണ്ട് ലൈക്ക് ടു ദം. അവരെ നന്നായി ലിസൺ ചെയ്യുന്ന ഒരാളാണ് എൻ്റെ അമ്മ, അച്ഛൻ എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികൾ കുറേ അധികം ചേഞ്ച് ഉണ്ടാകും അവരിലേക്ക്. ഇത്തരം കാര്യങ്ങളിലൂടെയാണ് നമുക്ക്, അല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കാര്യമില്ല. താങ്ക് യു ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എനി അതർ ക്വസ്റ്റ്യൻ? ഇല്ലെങ്കിൽ നമ്മുടെ കൈകളിലുള്ള ഇവിടെ ക്വസ്റ്റ്യൻ ബണ്ടിൽ തന്നെ വന്നിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ആർക്കും ചോദിക്കാനില്ലെങ്കിൽ, ലൈവ് ചോദിക്കാനില്ലെങ്കിൽ ഇരിക്കുന്ന ക്വസ്റ്റ്യൻ എടുക്കാം. ഞാൻ ചോദിക്കട്ടെ മാം, ഒരെണ്ണം നമുക്ക് വന്നേക്കുന്നത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ സ്പേസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്? അവിടെ അഭിപ്രായം പറയുന്നവരെ എങ്ങനെ മാനേജ് ചെയ്യണം? അഭിപ്രായം പറയുന്നവരെ എങ്ങനെ മാനേജ് ചെയ്യണം ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ? ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഏത് റിലേഷൻഷിപ്പിലും സ്പേസും വേണം, ബൗണ്ടറിയും വേണം. നമ്മൾ ബൗണ്ടറി ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ 2 വാതിലുകളുണ്ട്, ഫ്രണ്ടിലും ഉണ്ട് ഡോറുണ്ട്, ബാക്കിലും ഡോറുണ്ട്, എന്നിട്ട് ഗേറ്റും ഉണ്ട്. നമ്മൾ ഇങ്ങനെയൊന്ന് സങ്കല്പിച്ച് നോക്കി, ഗേറ്റ് ഇല്ലാത്ത, ഫ്രണ്ടിൽ ഡോറും ബാക്ക് ഡോറും ഇല്ലാത്ത, വിൻഡോസ് ഇല്ലാത്ത ഒരു ഡോറാണ്, ഒരു വീടാണ് നമുക്കെങ്കിൽ പുറത്തൂടെ പോകുന്ന എല്ലാ അൺവാണ്ടഡ് ആയിട്ടുള്ള ഡിസ്റ്റർബൻസും അതിനകത്ത് കയറി വരും. അതുപോലെയാണ് നമ്മുടെ ലൈഫിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലും സ്പേസ് വേണം. ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ, സ്പിരിച്വൽ, ഈ ഏരിയയിലെല്ലാം സ്പേസ് വേണം, ബൗണ്ടറി വേണം. ഫിസിക്കലി സ്പേസ് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഹസ്ബൻഡ് വന്നിരിക്കുക, അങ്ങനെ അല്ല അതിനകത്ത് പറയുന്നത്. അപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആളിന് ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടാകണം. രണ്ടുപേരുടെയും പേഴ്സണാലിറ്റി ഡിഫറെൻറ്റ്, രണ്ട് എക്സ്ട്രീം 2 പേഴ്സണാലിറ്റിയാണ്. അവർ രണ്ടുപേരുടെ ഒരു സുപ്രഭാതത്തിൽ ഒരു വീട്ടിൽ വന്ന് ഒരുമിച്ച് ജീവിക്കുകയാണ്. ഒരുപാട് കോൺട്രഡിക്ഷൻസും കോൺഫ്ലിക്റ്റും ഉണ്ടാവും. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആളിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ആളുടെ വീക്ക്നെസ്സും സ്ട്രെങ്തും മനസ്സിലാക്കി അതുപോലെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ നമുക്ക് നമ്മളെ ഉൾക്കൊള്ളാൻ ആദ്യം കഴിയണം. പലയിടത്തും അത് നമുക്ക് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ കോൺഫ്ലിക്റ്റ് വരുന്നത്, അപ്പുറത്ത് നിൽക്കുന്ന ആളിനെ മനസ്സിലാക്കാൻ പറ്റാത്തത്. അഫ്കോഴ്സ് നമ്മൾ ആ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റും മ്യൂച്വൽ എൻജോയ്മെൻറ്റും അതുപോലെ തന്നെ അപ്പുറം നമുക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ ലിസണിങ് ചെയ്യാനുള്ള, ഇപ്പോൾ ഒരാൾ പറയുന്നതിന് മുൻപ് അടുത്ത ആൾ തട്ടിക്കയറാതെ ഒരാൾ പറയുന്ന കേട്ടതിന് ശേഷം ആ പറഞ്ഞത് ആൻസർ ചെയ്യാനല്ലാതെ, നോർമലി നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ കോൺവെർസേഷൻ നടക്കുമ്പം ഒരാളൊരു കാര്യം പറയും, അതിൻ്റെ ആൻസർ പറയാനാണ് നമ്മളത് കേൾക്കുന്നത്. അങ്ങനെ കേൾക്കരുത്. അവർ പറയുന്നത് മനസ്സിലാക്കാൻ കേൾക്കണം. നമ്മളെല്ലാവരും ചെയ്യുന്നത് അതിൻ്റെ ഉത്തരം ഇങ്ങനെ പറയാം, എന്തുത്തരം പറയാം, അവിടെ എങ്ങനെ നമുക്ക് സക്സസ് ആകാം, എങ്ങനെ പറഞ്ഞ് അപ്പുറത്ത് നിൽക്കുന്ന ആളിൻ്റെ എന്താ പറയേണ്ടത്, അവർക്കിട്ടൊന്ന് കൊടുക്കാന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ ഒരിക്കലും കോൺവെർസേഷനിൽ അങ്ങനെ ആകരുത്. അത് നമ്മൾ കേൾക്കുക, നല്ല ലിസണർ ആകുക. അവരുടെ അപ്പുറത്ത് നിൽക്കുന്ന ഇമോഷൻസിനെ മനസ്സിലാക്കാൻ പറ്റുക, അവർക്കൊരു സ്പേസ് വേണമെങ്കിൽ കൊടുക്കുക. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇമോഷണലി ഓവർവെയിംഡ് ആകുന്ന ഒരു സ്ത്രീ ചെയ്യുന്നത് അല്ല ഒരു പുരുഷൻ ചെയ്യുന്നത്. സൈക്കോളജിക്കലി പുരുഷൻ സ്ട്രെസ്ഡ് ആണെങ്കിൽ
ഓവർവെയിംഡ് ആണെങ്കിൽ പുരുഷൻ എന്താ വേണം? ഒറ്റയ്ക്കിരിക്കണം. ഇങ്ങനെ അവരുടെ ജനറ്റിക്കലി എങ്ങനെയാണ്, ചെന്ന് ചോദിച്ച് എന്താ പ്രശ്നം, എന്താന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇറിറ്റേറ്റഡ് ആവും. അപ്പോൾ കൂടുതൽ ഇഷ്യൂ അവിടെ ഉണ്ടാവും, കൂടുതൽ പ്രശ്നം ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് വൈഫ് അത് മനസ്സിലാക്കി ഒരു സ്പേസ് കൊടുത്ത് കുറച്ചു നേരം കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ, ഒരു ചായ വേണമെങ്കിൽ കൊണ്ടുപോയി കൊടുക്കാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ എന്ന് അലോ ഹിം ടു സ്റ്റേ വിത്ത് ഹിസ് പ്രോബ്ലം. അല്ലെങ്കിൽ നമ്മൾ വിട്ടിട്ട് അങ്ങ് പോവുക. ഇനി സ്ത്രീയാണ് ഇമോഷണലി വൾണറബിൾ ആണെങ്കിൽ സ്ത്രീ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് അറിയാവോ? ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഒന്നുകിൽ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ വിളിച്ച് പറയും, അല്ലെങ്കിൽ അമ്മയെ വിളിച്ച് പറയും, അല്ലെങ്കിൽ ആരെയാണോ കണ്ണി കാണുന്നത് അവരോടൊക്കെ പറയും, ഇങ്ങനെ അറിഞ്ഞോ, ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഇങ്ങനെയാണ് രണ്ടുപേരും ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ അവിടെ സ്പേസ് കൊടുക്കാൻ പറ്റും. പുരുഷൻ സ്നേഹം പ്രകടിപ്പിക്കുന്ന സപ്പോർട്ടിലൂടെയാണ്, സ്ത്രീ സ്നേഹം പ്രകടിപ്പിക്കുന്ന കെയറിലൂടെയും. ഇത് മനസ്സിലാക്കിയാൽ അവിടെയും സ്പേസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഓരോ ഏരിയയിലും നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ. പിന്നെ നമുക്ക് പറയാമോ, രണ്ടുപേർക്കും എക്സ്പെക്ടേഷൻ ഡിഫറെൻ്റ് ആണ്. തുറന്ന് സംസാരിക്കുക. ഇപ്പൊ ഇങ്ങനെ എനിക്ക് അവിടെ ഒരു സ്പേസ് വേണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ എന്നെ ഇങ്ങനെ സംസാരിച്ചത് എനിക്കത് ഹേർട്ട് ചെയ്തു, ഇങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ നന്നായേനെ, ഇത് ഇങ്ങനെ എന്നെ എനിക്ക് വേദനിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. തുറന്ന് സംസാരിക്കുക വളരെ നല്ലതാണ്. ഓപ്പൺ കോൺവെർസേഷൻസ് ഉണ്ടാകണം ഫാമിലിയിൽ. ലിസണിങ് വേണം, അപ്രീസിയേഷൻ വേണം, അവിടെ ഒരു കെയറും സപ്പോർട്ടും വേണം, എക്സ്പെക്റ്റേഷൻ പരസ്പരം അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ പരസ്പരം മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ റിലേഷൻഷിപ്പ് വിൽ സ്മൂത്ത്, നല്ല മനോഹരമായ റിലേഷൻഷിപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. താങ്ക് യു. മാം, അതുപോലെ വന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഫാമിലിയിലും വർക്ക് അറ്റ്മോസ്ഫിയറിലും അത്യാവശ്യം മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ആളാണ് ഞാന്. ഇന്നർ പീസ് എനിക്ക് എങ്ങനെ കണ്ടെത്താം? അത്യാവശ്യം അനുഭവിക്കുന്ന ആളാണെന്ന്, മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന ആളാണ്. ഇന്നർ പീസ് എനിക്ക് എങ്ങനെ കണ്ടെത്താം? അതാണ് ക്വസ്റ്റ്യൻ. ഇന്നർ പീസ് കണ്ടെത്തുക എന്ന് പറയുന്നത്, ഇൻഫാക്ട് ഇന്നർ പീസ് എന്ന് പറയുന്നത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. നമുക്കിപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഓഫീസിൽ നമുക്ക് ജോബ് സ്ഥലത്ത് നമുക്ക് വേറൊരു ഫേസ് ആയിരിക്കും, വീട്ടിൽ വേറൊരു ഫേസ് ആയിരിക്കും, സമൂഹത്തിൽ വേറൊരു ഫേസ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ഇന്നർ പീസിന്റെ ഒരു ബേസിക് കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുമായ കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന എല്ലാം രണ്ടായിട്ട് തരംതിരിക്കാം. എയ്തർ വി ക്യാൻ കൺട്രോൾ ദാറ്റ് ഓർ വി കാൺ കൺട്രോൾ. ഈ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ പോയി കൈവയ്ക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിന്റെ വഴിക്കങ്ങ് വിടുക. അതാണ് ഒന്നാമത്തെ കാര്യം. കൺട്രോൾ ചെയ്യാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുടെ പിറകെ പോകും, എന്നിട്ട് സ്ട്രെസ് അടിക്കും, എന്നിട്ട് നമ്മൾ സങ്കടപ്പെടും, ഇതുപോലെ ശരിക്കും ചെയ്യാൻ പറ്റും. നമ്മുടെ കൈകളിലല്ലാത്ത കാര്യത്തിന് നമ്മൾ ബഹളം വെച്ചിട്ടോ അല്ലെങ്കിൽ ഇത് നമ്മൾ എന്താണ് അതിന്റെ പുറകെ പോയിട്ടോ കാര്യമില്ല. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതിനോടൊപ്പം തന്നെ നോ പറയേണ്ടടുത്ത് നോ പറയണം എന്നുള്ളതാണ്. പലയിടത്തും നമുക്ക് ഈ നോ പറയാൻ പറ്റില്ല. അത് നമ്മുടെ ഇന്നർ പീസ് നഷ്ടപ്പെടുത്തും. ഈ ബ്യൂട്ടിഫുൾ ആയിട്ട് നോ പറയാൻ പറ്റും. ഒരു പോസിറ്റീവ് നോ എന്ന് പറഞ്ഞൊരു നോട്ടുണ്ട്. പോസിറ്റീവ് നോ. നമുക്ക് ഒരാളടുത്ത് നോ പറയണം. നമ്മൾ നോ പറയാത്ത കാരണം എന്ന് പറഞ്ഞാൽ ആള് എന്ത് വിചാരിക്കും, അയാളടുത്തുള്ള ഇഷ്ടം കുറയോ, നമ്മളെ റിജക്റ്റ് ചെയ്യോ, പിന്നെ നാളെ ആ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതെ വരുമോ, ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നോ പറയാത്തത്. അതൊക്കെ നമ്മൾ സെൽഫ് ഡൗട്ടും ജഡ്ജ്മെന്റും അവ എന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഈ ബ്യൂട്ടിഫുള്ളി പോസിറ്റീവ് നോ എങ്ങനെയാണെന്നറിയാമോ? അത് പറയാൻ പഠിച്ച ഇന്നർ പീസ് ഉണ്ടാവും ഓട്ടോമാറ്റിക്കായിട്ട്. അതായത് ആദ്യം ഒരു യെസ്, പിന്നെ നോ, പിന്നെ യെസ്. അതാണ് പോസിറ്റീവ് നോ എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ, ഒരാൾ എന്നെ വിളിക്കുകയാണ്, ബിനില എൻ്റെ അടുത്ത് വന്ന് പറയാണ്, മാഡം നമുക്ക് സൺഡേ അവധിയാണെങ്കിൽ ഞാനൊരു ഗെറ്റ് ടുഗദർ ഞാൻ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, വരാമോ? അപ്പൊ എനിക്കന്ന് ഞാനും ബിനില വളരെ ക്ലോസ് ആണ്. അപ്പൊ എനിക്കന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വേറൊരു അസൈൻമെന്റ് ഉണ്ട്. അപ്പൊ എനിക്ക് നോ പറഞ്ഞേ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് ബിനിലെ വേദനിപ്പിക്കാൻ പറ്റില്ല. ഒരു പോസിറ്റീവ് നോ പറയണം. അപ്പൊ ഞാൻ പറയും, ഗെറ്റ് ടുഗദർ ആണല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗെറ്റ് ടുഗദർ വരാൻ, എസ്പെഷ്യലി ബിനില ഓർഗനൈസ് ചെയ്യുമ്പോൾ അത് അടിപൊളിയായിരിക്കും, എനിക്ക് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ സൺഡേ എനിക്ക് ഒട്ടും ഇറങ്ങാൻ പറ്റത്തില്ല, ഞാൻ വേറൊരു കാര്യമായിട്ട് ഞാൻ ടൈഡപ്പാണ്, എനിക്ക് വരാൻ പറ്റില്ല. ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും ഞാൻ വരാം. ബ്യൂട്ടിഫുൾ നോ അല്ലേ അത്?
അവരെ വേദനിപ്പിക്കുന്നുമില്ല, നമ്മൾ നോ പറയുകയും ചെയ്തു. ഈ രീതിയിൽ നമുക്ക് നോ പറയാൻ പറ്റിയാൽ നമുക്ക് ഇന്നർ ഹാപ്പിനെസ് ഉണ്ടാവും. ബ്രീത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുക, സൈലൻസ് പ്രാക്ടീസ് ചെയ്യുക, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നർ പീസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്ക് ഒന്ന് നമ്മുടെ പാഷനൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിൽ വർക്ക് ചെയ്യുക. നമ്മളെ ഉള്ളിലോട്ട് ചോദിക്കണം, എന്താണ് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യങ്ങൾ, എനിക്ക് സമാധാനവും സന്തോഷം തരുന്ന കാര്യങ്ങൾ. അതിലാണോ നമ്മൾ പേർപ്പസിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടോ, അതിലാണോ നമുക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജോലി പ്രഷറാണോ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഹോബിയോ ഒരു നമ്മുടെ ഒരു പേർപ്പസോ നമ്മൾ മാറ്റിവെച്ച എന്തെങ്കിലും സന്തോഷങ്ങളുണ്ടാവും. ആ സന്തോഷങ്ങളൊക്കെ കണ്ടെത്തി അതിൽ കുറച്ച് സമയം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ഇന്നർ പീസ് നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ പ്രസന്റ് മൊമെന്റിൽ ലിവ് ചെയ്യുക, ഈ മൊമെന്റിൽ ജീവിക്കുക, ഈ മൊമെന്റ് അറിഞ്ഞ് മനസ്സിലാക്കി ഫുള്ള് എൻജോയ് ജീവിക്കുക. ഇതെല്ലാം നമുക്ക് ഇന്നർ പീസ് തരുന്ന കാര്യം. മെഡിറ്റേഷൻ നല്ലൊരു ഓപ്ഷനാണ് ഇന്നർ പീസ് തരും. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് എന്താ പറയേണ്ടത്, ഈ ഒരു നമുക്ക് നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പറയില്ല, അൾട്ടിമേറ്റ്ലി എൻഡ് ഓഫ് ദി ഡേ പോയി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമുക്ക് സന്തോഷം തരണമെങ്കിൽ നമ്മൾ നമ്മുടെ പേർപ്പസുമായിട്ട് അലൈൻഡ് ആയിരിക്കണം. അപ്പോൾ ആ പേർപ്പസ് അലൈൻഡ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുക, എന്താണ് എൻ്റെ പേർപ്പസ്, എൻ്റെ ലൈഫിൻ്റെ പേർപ്പസ് എന്താണ്, എൻ്റെ ലൈഫിൻ്റെ അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്താണ്, അതിലൊന്ന് വർക്ക് ചെയ്യുക. അതിനു വേണ്ടി കുറച്ച് നേരം ഡെയിലി നമ്മൾ മാറ്റി വെക്കുക. അങ്ങനെയാണെങ്കിൽ ജോലി സ്ഥലത്തും വീട്ടിലും മനോഹരമായ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നത് ഇന്നർ പീസ് തരുന്ന കാര്യമാണ്. റിലേഷൻഷിപ്പ് കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യുന്നത് ഇന്നർ പീസ് തരുന്ന കാര്യമാണ്. ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് വരികയാണെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്യുന്നത് ഇന്നർ പീസ് തരുന്ന കാര്യമാണ്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ വളരെ ഹാപ്പി ജോയിലൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റും. നല്ല ക്വസ്റ്റ്യൻ അത്. താങ്ക് യു. താങ്ക് യു മാം. ലൈവ് ക്വസ്റ്റ്യൻ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ലൈവ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ? വേറൊരാൾ ചോദിച്ചിരിക്കുന്നത്, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു ഭയം മനസ്സിൽ വരുന്നു, എന്തുകൊണ്ടാവും ഈ ഒരു അവസ്ഥ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഭയമുണ്ട്, ഇതെങ്ങനെ മാറ്റിയെടുക്കാം? യെസ്, ഫിയർ ഇത് എല്ലാവർക്കും ഉള്ളതാണ്. ആക്ച്വലി ഫിയർ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. യഥാർത്ഥത്തിൽ ഫിയർ ബ്രെയിൻ നമ്മൾക്ക് തരുന്ന ഒരു ഇൻഡിക്കേഷനാണ്, ഒരു റിമൈൻഡറാണ്. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഫിയർ. പക്ഷെ അത് ഓവർ ആകുമ്പോഴാണ്, അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൂടുതലാകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ആക്ഷനെ തടയിടുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരൊന്നും പ്രവർത്തിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമുക്കത് പ്രോബ്ലമായി മാറുന്നത്. അപ്പോൾ ഈ ഫിയർ എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഫിയർ എന്ന് പറയുന്നത് ഫോൾസ് എവിഡൻസ് അപ്പിയർ റിയൽ എന്നാണ്. ഇല്ലാത്തൊരു കാര്യം നമ്മൾ വിചാരിക്കുന്നു അങ്ങനെ ഒരു സംഭവം ഇല്ല, പക്ഷെ നമ്മൾ വിചാരിക്കുന്നു അങ്ങനെ ഉണ്ട് എന്ന്. അത് നമുക്ക് ഇല്ലാത്തൊരു കാര്യത്തിൽ നമ്മളുടെ മനസ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഫിയർ. നമുക്ക് ഫിയർ ഉള്ള ഒരു കാര്യം വേറൊരാൾക്ക് ഒട്ടും ഫിയർ ഉണ്ടാകത്തില്ല. അപ്പൊ അത് നമ്മുടെ മനസ്സാണ് ആ ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സ് ആ ഫിയർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് റീസൺ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അത് നമ്മുടെ കുട്ടിക്കാലത്തുണ്ടായ ഏതെങ്കിലും ഇൻസിഡന്റിൽ നിന്നായിരിക്കും, അതിലെങ്കിലും ആരെങ്കിലും പറഞ്ഞു കേട്ട് നമ്മൾ വിശ്വസിക്കുന്ന ഒരു വിശ്വാസത്തിൽ നിന്നൊക്കെ ആയിരിക്കും നമുക്ക് ഫിയർ ഉണ്ടാകുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഫിയറിനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം, എന്ത് ഫിയറാണ് എനിക്കുള്ളത്. അപ്പോൾ ചില ആൾക്കാർ പറയണേ, എനിക്കിങ്ങനെ ആളുകളെ കാണുമ്പോഴേ ഭയമാണ്. യഥാർത്ഥത്തിൽ അവർക്ക് ആളുകളെ കാണുമ്പോഴല്ല ഭയം, ആളുകളുടെ മുന്നിൽ സംസാരിക്കുമ്പോഴായിരിക്കും ഭയം. പക്ഷെ അവർ പറഞ്ഞു വരുന്നത്, എനിക്ക് ആളുകൾ കൂടി നിൽക്കുമ്പോൾ കാണുന്നതേ ഭയമാണ്. ആ ഒരു ഭയമല്ല, അവര് തന്നെ മിസ്ഇന്റർപ്രിട്ടേഷൻ ആണ് കൊടുക്കുന്നത് മനസ്സിന്. പിന്നെ അത് പറഞ്ഞ് പിന്നെ ആളുകളെ കാണുമ്പോൾ ഒരു ഭയമായി മാറുന്നു. അതല്ല, സെൽഫ് ടോക്ക് അങ്ങനെ കൊടുക്കും. ചിലപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് ഭയമായിരിക്കും. ആ ഭയത്തെ നമ്മൾക്ക് ആളുകൾ കൂടിയിരിക്കുമ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഭയമാക്കി മാറ്റി ആ ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു എവിഡൻസ്, നമ്മൾ ഇല്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നതാണ് ഫിയർ. ഫസ്റ്റ് അത് ഐഡന്റിഫൈ ചെയ്യുക, അതിനൊരു പേരങ്ങ് ഇട്ട് കൊടുക്കുക. ഇത് ഏതാണ് ഈ സംഭവം? ഭയം പല ഭയങ്ങളുണ്ടല്ലോ. ആളുകളെ പേടിയാണോ, സംസാരിക്കാൻ പേടിയാണോ, ഇവിടെ നിൽക്കുമ്പോൾ ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് ആണോ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും അതാണോ? ചിലപ്പോൾ ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ പറയുന്ന ഫിയർ ഓഫ് പബ്ലിക് എന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു. ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് ആണോ, അല്ലെങ്കിൽ ഫിയർ ഓഫ് സക്സസ് ആണോ, എന്ത് ഫിയർ ആണെന്ന് അത്
ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തത്. യെസ്. രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനെ ലോജിക്ക് കൊണ്ട് 2 രീതിയിൽ ഫിയറിനെ കോൺകർ ചെയ്യാം. എയ്തർ ലോജിക് അല്ലെങ്കിൽ ഫെയ്ത്ത്. നമ്മളോട് തന്നെ ലോജിക്കൽ റാഷണൽ ക്വസ്റ്റ്യൻ ചോദിക്കണം. ഇത് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ഫിയർ അല്ലേ, ഇത് ശരിയാണെന്ന് ആരാണോ പറഞ്ഞത്, അതിനൊരു ചാൻസേ ഇല്ല. ഇങ്ങനെ ഒരു ഫിയർ ഉണ്ടെങ്കിൽ ലോകത്തുള്ള ഇത്രയും പേര് ഈ ഒരു ആക്ഷൻ എടുക്കുമായിരുന്നോ? ഇല്ല. അപ്പൊ ഇത് എൻ്റെ മൈൻഡിൽ തോന്നുന്ന ഒരു സാധനമാണെന്ന് നമ്മളോട് തന്നെ റാഷണൽ അല്ലെങ്കിൽ ലോജിക്കലായിട്ടുള്ള ഒരു ആൻസർ കണ്ടെത്തണം. ഇനി അത് കണ്ടെത്താൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ഫെയ്ത്തിലേക്ക് മൂവ് ചെയ്യണം. നമ്മൾ ഹയർ സെൽഫിനെയോ ദൈവത്തെയൊക്കെ അല്ലെങ്കിൽ നമ്മളോട് തന്നെ നമ്മൾ ഫെയ്ത്ത് കൂട്ടണം. ഈ 2 രീതിയിൽ നമുക്ക് ഫിയറിനെ ഓവർകം ചെയ്യാം. പിന്നെ ചെയ്യാനുള്ളത് നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്സ് വെക്കുക. ഇപ്പൊ ആളുകളോട് സംസാരിക്കാനാണ് പേടിയെങ്കിൽ കുറച്ച് സംസാരിച്ചു തുടങ്ങുക, ഒരു ചെറിയ ഗ്രൂപ്പിനോട് സംസാരിക്കുക, പിന്നെ വലിയ ഗ്രൂപ്പിനോട് സംസാരിക്കുക. അങ്ങനെ ഫിയർ ഉള്ള കാര്യം തന്നെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന അടുത്ത മാർഗം. ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് ഫിയറും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. താങ്ക് യു. താങ്ക് യു. സുനിതയുടെ സെഷൻ ഇന്നത്തെ അടിപൊളിയായിരുന്നു. എനിക്ക് ഇന്നലത്തെ സെഷനിൽ കയറാൻ പറ്റിയില്ല. സുനിതയുടെ സെഷൻ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സുനിതയുടെ സെഷനെ കുറിച്ച് ഭയങ്കര ക്യൂട്ടായിരുന്നു, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇതിലൊന്നും പെടാത്ത ഒരു വ്യക്തി ഇത് കേട്ട് വേറൊരാൾ പറഞ്ഞ് സുനിതയുടെ സെഷനെ കുറിച്ച് കേട്ടിട്ട് ഒരു അത്യാവശ്യം വളരെ ഫേമസ് ആയിട്ടുള്ള ബിസിനസ്സിൽ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി എനിക്ക് ഈ സുനിതയുടെ സെഷന്റെ റെക്കോർഡിംഗ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്രീഷിയേറ്റ്. കൺഗ്രാജുലേഷൻസ് സുനിത. വളരെ സന്തോഷം, വളരെ സന്തോഷം. ഓക്കെ, ഇനി ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രീ കിട്ടുന്ന കാര്യങ്ങളൊന്നും നമ്മൾ അത്ര വാല്യൂ ചെയ്യാറില്ല. നിങ്ങൾക്ക് ഡെയിലി സെഷൻസ് തരുന്ന കോച്ചുമാരൊക്കെ നിങ്ങളൊരു അപ്രീസിയേഷൻ നോട്ടൊക്കെ കൊടുക്കണം കേട്ടോ. ഒരു നല്ലൊരു അപ്രീസിയേഷൻ കൊടുക്കുക, നല്ല വാക്കുകൾ അവരോട് സംസാരിക്കുക. അവരുടെ സർവീസ് വീണ്ടും വേണമെങ്കിൽ നിങ്ങൾ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക. നമ്മൾ ഫിനാലയുടെ ക്ലോസിങ് ഈ പ്രോഗ്രാം ക്ലോസ് ചെയ്യുന്നതിന് എല്ലാ കോച്ചുമാരും ഇവിടെ ഉണ്ടാവും. അന്ന് നിങ്ങൾക്ക് അപ്രീസിയേഷനും ഗ്രാറ്റിറ്റ്യൂഡും കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ്. അപ്പൊ നിങ്ങൾക്ക് അടുത്തെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അന്ന് നിർബന്ധമായിട്ടും പറയണം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ സങ്കടം തോന്നും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ സംഭവം വൈൻഡപ്പ് ചെയ്തിട്ട് പോകുമ്പോൾ അയ്യോ എനിക്ക് ആ ഒരു കോച്ചിൻ്റെ അടുത്ത് ഇത് പറയണം, എനിക്ക് പറയാൻ പറ്റിയില്ലല്ലോ, പിന്നെ അതൊരു റിഗ്രറ്റ് ആയി, പിന്നെ ഒരു ഗിൽറ്റായിട്ട് മൈൻഡിൽ കിടക്കും. അത് പറയാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവിടെ നിങ്ങളൊരു പുതിയ ചാപ്റ്റർ ഓപ്പൺ ചെയ്യായിരിക്കും. ആ പറയുന്നതിലൂടെ പുതിയൊരു വ്യക്തിയെ നിങ്ങൾ മാറും, തീർച്ചയായിട്ടും മാറും. താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, ലൈവ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗുഡ് ഈവനിങ് മാം. എൻ്റെ പേര് ശ്രീജ എന്നാണ്. ഇപ്പൊ പറഞ്ഞായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാം. എനിക്ക് തോന്നുന്ന എപ്പോഴും നെഗറ്റീവ് തോട്ട്സ്. അങ്ങനെ ചോദിച്ചാൽ ഞാൻ 2 വീലർ ഉപയോഗിക്കും. അപ്പൊ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് എന്തെങ്കിലും ആക്സിഡന്റ് അല്ലെങ്കിൽ ടയർ കേട് വരുന്നത്, ഇങ്ങനെയുള്ള ചിന്തകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഈ ഒരു നെഗറ്റീവ് തോട്ട്സ് വരുന്നുണ്ട്. അതെങ്ങനെ മറികടക്കാൻ പറ്റും എന്ന് പറഞ്ഞു. യെസ്, നെഗറ്റീവ് തോട്ട്സ് എല്ലാവർക്കും ഉള്ളതാണ്. ഒരുപാട് പേർക്ക് ഈ നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളോട് തന്നെ ഒന്ന് തിരിഞ്ഞ് നമ്മളെ നോക്കണം. നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മൾ കാണുന്ന കാര്യങ്ങൾ, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, നമ്മൾ സഹകരിക്കുന്ന ആൾക്കാർ, നമ്മുടെ എൻവയോൺമെന്റ്, നമ്മൾ കൺസ്യൂം ചെയ്യുന്നതൊക്കെ എത്ര പെർസെൻറ്റേജ് പോസിറ്റീവ് ഉണ്ട്. അപ്പോഴാണ് നമുക്ക് ഒരു വലിയ റിയലൈസേഷൻ കിട്ടുന്നത്. നമ്മൾ കംപ്ലീറ്റ് കൺസ്യൂം ചെയ്യുന്നത്, നമ്മൾ 5 സെൻസിലൂടെ നമ്മൾ എടുക്കുന്ന എല്ലാ ഇൻപുട്ടും നെഗറ്റീവാണ്. ആ അകത്ത് പോകുന്നതാണല്ലോ പുറത്തേക്ക് വരുന്നത്. നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്ന 5 സെൻസിലൂടെയാണ് നമ്മൾ ഈ ഇൻഫർമേഷൻസ്, ഡാറ്റാസ് നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്നത്. അത് കംപ്ലീറ്റ് നെഗറ്റീവ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളതായിരിക്കും തിരിച്ചു വരിക. ഒന്ന്, നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് എന്തൊക്കെയാണ് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്, അതിന്റെ പാറ്റേൺ എങ്ങനെയാണ്, ഒരു ദിവസം എപ്പോഴും നെഗറ്റീവാണോ ചിന്തിക്കുന്നത്, എത്ര നേരം ചിന്തിക്കും, ഏത് ഇൻസിഡന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നെഗറ്റീവ് തോട്ട്സ് വരുന്നത്. ഇപ്പം സ്കൂട്ടർ യൂസ് ചെയ്യുക, 2 വീലർ എടുക്കുമ്പോഴാണെന്ന് പറയുമ്പോൾ അത് മാത്രമാണെങ്കിൽ അത് മാത്രം കണക്ട് ചെയ്ത് എന്തെങ്കിലും ഒരു
ഒരു സ്റ്റോറി, എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ ഉള്ളിൽ കാണും. അത് അതിൽ മാത്രമാണ്, അതല്ല എപ്പോഴുമാണ് വരുന്നതെങ്കിൽ നമ്മുടെ പാറ്റേൺ, നമ്മുടെ തോട്ട് പാറ്റേൺ, നമ്മുടെ നമ്മുടെ ലൈഫ്, നമ്മുടെ എൻവയോൺമെന്റ്, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ ഒക്കെ നമ്മളൊന്ന് നിരീക്ഷിക്കണം. എന്നിട്ട് എൻറ്റയർ സാധനവും നമ്മളൊന്ന് ഷിഫ്റ്റ് ചെയ്യണം. പർപ്പസ്ഫുള്ളി നമ്മൾ പോസിറ്റീവ് തോട്ട്സ് കൾട്ടിവേറ്റ് ചെയ്യണം. നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ തന്നെ നമ്മൾ അതിനെ ഷിഫ്റ്റ് ചെയ്യണം. കാരണം നമ്മൾ അവെയർ ആവുക ഇത് നെഗറ്റീവ് തോട്ടാണ്, ഈ നെഗറ്റീവ് തോട്ട് നമ്മളെ സെർവ് ചെയ്യില്ല, മാത്രമല്ല നമുക്ക് പ്രശ്നം ഉണ്ടാക്കും. ഇപ്പൊ അപകടത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് ചിന്തയാണ് കണ്ടിന്യൂസ് വരുന്നെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അറിയാതെ അട്രാക്ട് ചെയ്യണം. കോൺഷ്യസ്ലി ആൻഡ് അൺകോൺഷ്യസ്ലി നമ്മൾ ലൈഫിലേക്ക് ഇവൻസും അതുപോലെ തന്നെ ഇഷ്യൂസും ഒക്കെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നെഗറ്റീവ് തോട്ട്സ് ആണെങ്കിൽ ഓഫ് കോഴ്സ് നെഗറ്റീവ് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരും. അപ്പം അതിനെ ഷിഫ്റ്റ് ചെയ്യണം. എന്നിട്ട് ചിന്തയെ എംപവറിങ് തോട്ട്സ് അല്ലെങ്കിൽ പോസിറ്റീവ് തോട്ട്സ് നല്ല ചിന്തകളാക്കി നമ്മൾ ബോധപൂർവം കോൺഷ്യസ്ലി നല്ല ചിന്തകൾ ക്രിയേറ്റ് ചെയ്യണം. നല്ല ചിന്തകൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തിട്ട് പോസിറ്റീവ് ആക്കണം. യൂട്യൂബിൽ കാണുന്ന വീഡിയോ ഏതാണ്, അത് നെഗറ്റീവ് ആണെങ്കിൽ അത് കാണരുത്. വായിക്കുന്ന പത്രം, സംസാരിക്കുന്ന ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല, കേൾക്കാൻ പാടില്ല, കാണാൻ പാടില്ല. ഇതെല്ലാം ബോധപൂർവ്വം നമ്മൾ മാറ്റണം. അങ്ങനെ മാറ്റുമ്പോഴാണ് ഇപ്പൊ നമ്മുടെ തോട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ, തോട്ട് എന്ന് പറയുന്നൊരു ലൂപ്പാണ്. നമ്മളെ വിശ്വാസം മാറ്റണം. വിശ്വാസം മാറണമെങ്കിൽ നമ്മുടെ സെൽഫ് ടോക്ക് മാറണം. അപ്പൊ നമ്മൾ നമ്മളോട് തന്നെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഷയുണ്ട്. അത് നെഗറ്റീവ് ആണെങ്കിൽ ബിലീഫ് നെഗറ്റീവ്, തോട്ട്സ് നെഗറ്റീവ് ആവും. നമ്മൾ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചിന്തകൾ നമ്മൾ മാറ്റണം. അപ്പൊ പെട്ടെന്ന് നമ്മുടെ നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് മാറണമെങ്കിൽ നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടത്, നമ്മൾ ഇത് നെഗറ്റീവ് തോട്ടാണ്, ഞാനിപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒക്കെ നെഗറ്റീവ് ആണെന്ന് നമ്മൾ അവെയർ ആകുക. അതിന് രണ്ടാമത് അതിലെന്തെങ്കിലും ലോജിക്ക് ഉണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. മൂന്നാമത് ലോജിക്ക് ഇല്ലാന്ന് ബോധ്യം വന്നു കഴിഞ്ഞ ഉടൻ ഒരു എംപവറിങ് തോട്ട് കൊടുക്കുക. ആ തോട്ട് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യാനുള്ളത്, നമ്മൾ ഇരിക്കുന്നിടത്തു നിന്ന് എഴുന്നേൽക്കുക. ഫിസിയോളജി ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ സൈക്കോളജി ചേഞ്ച് ആവും. നമുക്ക് കംപ്ലീറ്റ് നെഗറ്റീവ് തോട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മ്യൂസിക് കേൾക്കാം, അതല്ലെങ്കിൽ ഒന്ന് നടക്കാം, അതല്ലെങ്കിൽ ഭയങ്കര നെഗറ്റീവ് തോട്ട് രാവിലെ തൊട്ട് ഒരേ തോട്ട്സ് അല്ല, പെട്ടെന്ന് പോയൊന്ന് കുളിക്കാം. നെഗറ്റീവ് തോട്ടിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. ഒന്ന് നടക്കുക, ഒരു നല്ല പോസിറ്റീവ് ഫ്രണ്ടുമായിട്ടൊന്ന് സംസാരിക്കുക. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന. പിന്നെ ഒരു പെർമനന്റ് സൊല്യൂഷൻ വേണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതെല്ലാം ചേഞ്ച് ചെയ്യണം. നല്ല ആൾക്കാർ ആയിട്ട് സംസാരിക്കുക, നെഗറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷനും, എല്ലാ സിറ്റുവേഷനും അവോയ്ഡ് ചെയ്യുക. ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുക. ടോക്സിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, കോൺവെർസേഷൻ വേണ്ടാന്ന് വെക്കുക. നല്ല ഒരു ഗ്രൂപ്പിലേക്ക് ചെന്നുവിടുക, നല്ല കാര്യങ്ങളെക്കുറിച്ച് നിരന്തരം സംസാരിക്കുക. അങ്ങനെ പോസിറ്റീവ് സെൽഫ് ടോക്ക് കൊടുക്കുക, അഫർമേഷൻ പറയുക, പോസിറ്റീവ് അഫർമേഷൻ പറയുക. പുതിയൊരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. ലൈഫിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ആ ട്വിസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ അതിനു വേണ്ടി വെൽക്കം ചെയ്ത് മിറാക്കിളൊക്കെ സംഭവിക്കും, ഞാൻ മാറാൻ പോകുന്നു എന്നുള്ളൊരു ഇൻസ്പിറേഷൻ, ഇന്നർ തോട്ട് നമ്മൾ കൊടുക്കുക. ഇതൊക്കെ നമ്മളെ നെഗറ്റീവ് തോട്ടിൽ നിന്ന് മാറ്റാൻ സഹായിക്കും. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഏതെങ്കിലും ഒരു 3, 4, 5 ഒക്കെ അപ്ലൈ ചെയ്താൽ മതിയാവും. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ചേഞ്ച് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ അത് തന്നെ ഒരു ഹാബിറ്റാക്കി മാറ്റാമെങ്കിൽ, ജേണലിംഗ് ഒരു ഹാബിറ്റാക്കി മാറ്റാമെങ്കിൽ തന്നെ കുറേയധികം വ്യത്യാസം ഉണ്ടാകും. ഫൊർഗീവ് ചെയ്യേണ്ടത്, എന്തെങ്കിലും ഒരു ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഹീൽ ചെയ്യുക. ഹീൽ ചെയ്തില്ലെങ്കിലും നെഗറ്റിവിറ്റി നമ്മൾ ട്രാപ്പ് ചെയ്യപ്പെട്ടു പോകും. ഹീലിംഗ് അത്യാവശ്യമാണ് കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്കാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ മനസ്സിലാക്കുക. റിലേഷൻഷിപ്പിൽ സ്റ്റക്കാണ്, ബിസിനസ്സിൽ സ്റ്റക്കാണ്, ഒക്കെ മനസ്സിലാക്കുക. എവിടെയൊക്കെ ഒരു ഹീലിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ അൺവാണ്ടഡ് നെഗറ്റീവ് ഇമോഷൻസ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക. ക്ലിയർ? ഓക്കെ മാം, അണ്ടർസ്റ്റുഡ്. ഓക്കെ, താങ്ക് യു. സോ ഇനി ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? Q&A ആയതുകൊണ്ട് കുറച്ച് നേരത്തെ വൈൻഡപ്പ് ചെയ്യുന്നതിനും കുഴപ്പമില്ലല്ലോ. എനി ക്വസ്റ്റ്യൻസ്? ഒരു ക്വസ്റ്റ്യൻ ഉണ്ടേ മാം. അശ്വിനി, ഓക്കെ. ക്വസ്റ്റ്യൻ ഉണ്ടോ?
ഒന്നും കൂടി ഉണ്ട് മാം. ആദ്യം ശരി. പറഞ്ഞ ഒരു ഇതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫൗണ്ടേഷൻ ഓഫ് പാരന്റിങ്? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫൗണ്ടേഷൻ ഓഫ് പാരന്റിങ്. യെസ്, നല്ല ക്വസ്റ്റ്യൻ. ഈ പാരന്റിങ്ങിലെ ഗോൾഡൻ റൂൾ ഇതാണ്: കുട്ടികളെ എന്ത് ചെയ്യണമെന്ന്, എങ്ങനെ ആകണമെന്ന് വിചാരിക്കുന്നുവോ നമ്മൾ അങ്ങനെ ആകുക. കുട്ടികൾ എന്ത് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ നമ്മൾ അത് സംസാരിക്കുക. നമ്മൾ അങ്ങനെ ബിഹേവ് ചെയ്യുക. കുട്ടികളുടെ അടുത്ത് ഒരു കാരണവശാലും നമ്മൾ അഡ്വൈസ് കൊടുക്കാൻ പോകരുത്. നമ്മൾ ബിഹേവ് ചെയ്യുന്നതാണ് കുട്ടികൾ പഠിക്കുന്നത്, അല്ലാതെ നമ്മൾ പറയുന്നത് കുട്ടികൾ കേൾക്കാറില്ല. പിന്നെ പാരന്റിങ്ങിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്, ഒരു പാരന്റ് എന്ന് പറയുമ്പോൾ പാരന്റിങ് പല ടൈപ്പിലുണ്ട്. അതോറിറ്റേറിയൻ പാരന്റിങ് ഉണ്ട്, സബ്മറൈൻ പാരന്റിങ് ഉണ്ട്, അതുപോലെ പെർമിസീവ് പാരന്റിങ് ഉണ്ട്, ഹെലികോപ്റ്റർ പാരന്റിങ് ഉണ്ട്. പല തരത്തിലുള്ള പാരന്റിങ് ഉണ്ട്. ഒരു അതോറിറ്റേറ്റീവ് പാരന്റിങ് സ്റ്റൈല് അതൊരു കോൺഷ്യസ് പാരന്റിങ് ആണ്. ആവശ്യത്തിന് പണിഷ്മെന്റും ആവശ്യത്തിന് ശകാരം, ആവശ്യത്തിന് സ്നേഹം, ഇതെല്ലാം അതൊരു നമുക്കെല്ലാവരും മോഡറേറ്റ് ലെവലിൽ പോകുന്നതാണ്. ആ രീതിയിൽ കൊടുക്കുന്ന ആ ഒരു സ്റ്റൈല്, ഒരു നർച്ചറിങ് കോൺഷ്യസ് പാരന്റിങ്, അത് പഠിക്കുക. ഒരു പാരന്റ് എന്ന് പറയുന്നത് കുട്ടിയെ പോലെ തന്നെ പാരന്റ് ആകുന്നത് കുട്ടി ജനിക്കുമ്പോഴാണ്. അപ്പൊ പാരന്റിന് വേറൊരു ബ്രോഷറൊന്നും കിട്ടുന്നില്ല. എങ്ങനെ ജീവിക്കണം, എങ്ങനെ പാരന്റ് ആകണം എന്നുള്ളൊരു ബ്രോഷറൊന്നും ആരും കൊടുക്കുന്നില്ല. അപ്പൊ പാരന്റിനും അറിയില്ല എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അത് ലേൺ ചെയ്യുക എന്നുള്ളത്, ലേണിംഗ് പാരന്റിങ് ആണ് ഏറ്റവും നല്ല സ്റ്റൈൽ. അപ്പൊ ഓരോന്നും കുട്ടിയിൽ നിന്നും കുട്ടിയോടൊപ്പമാണ് പാരന്റും പഠിക്കുന്നത്. അപ്പം അവിടെ ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ പാരന്റ് ആകാൻ പോകുന്നതിന് മുൻപ് തന്നെ ഒരു കോച്ചിനെ കാണുക. ഒരു പാരന്റിങ് കോച്ചിനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോച്ചിനെ കാണുക. റിലേഷൻഷിപ്പ് കോച്ച്, ലൈഫ് കോച്ച്, പാരന്റിങ് കോച്ചിനെ കണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ കുട്ടിയെ വളർത്തുമ്പോൾ ഒരു പാരന്റ് എങ്ങനെയാണ്. ഞാൻ ഒരിക്കൽ ഒരു സയന്റിസ്റ്റിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആള് US നിന്നുള്ളതാണ്. US നിന്ന് പിന്നെ ഒരു പ്രോജക്റ്റ് റിലേറ്റ് ചെയ്തിട്ട് ജപ്പാനിലേക്ക് പോകുന്നു. ഫാമിലി US-ലായിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം തിരിച്ചു വന്നപ്പോൾ 2 ബോയ്സ് ആണ്. ഇവർ ഭയങ്കര വയലന്റ്, ഭയങ്കര അഗ്രസീവായി മാറുന്നു. അപ്പോൾ ഇവർക്ക് വൈഫിനും സെർവന്റിനും ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുന്നു. അങ്ങനെ ഈ കുട്ടികളെ നാട്ടിലേക്ക് അയക്കുന്നു. കുട്ടികളെ നാട്ടിലെ സ്കൂളിലാക്കുന്നു. അപ്പൊ ഈ ഫാദറും മദറും കൂടി എന്നെ കാണാൻ വന്നതാണ് കൊച്ചിയിൽ വെച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, കുട്ടികൾ അറിയേണ്ട കാര്യങ്ങളുണ്ട്. അവിടെ ആ വീട്ടില് അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയില് ഒരുമിച്ചിരിക്കുന്ന ഒരു അന്തരീക്ഷമില്ല. അവര് ഏതെങ്കിലും വീക്കെൻഡുകളിലൊക്കെ ആയിരിക്കും അവർ തങ്ങളെ കാണുന്നത് പോലും. മെയ്ഡാണ് നോക്കുന്നത്. ഒരു കുട്ടിക്ക് ഒരു മെയ്ഡ് എന്നുള്ള രീതിയിലാണ്. ഈ മെയ്ഡ് തങ്ങളിലുള്ള കോൺഫ്ലിക്റ്റ് ഇവർ കേട്ടുകൊള്ളുന്നത്. ഈ കുട്ടികൾ ഉപയോഗിക്കുന്ന മുഴുവൻ ബാഡ് വേർഡ്സ് ആണ്. കുട്ടികൾക്ക് എല്ലാം അബൻഡന്റ് ആണ്. അവർ ചോദിക്കുന്നതിന് മുൻപ് എല്ലാം എല്ലാ കാര്യങ്ങളും അധികം കൊടുക്കുകയാണ്. കുട്ടികൾക്ക് അപ്പം അതിന്റെ വാല്യൂ ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഒട്ടും വാല്യൂ ഇല്ലാതെയാണ്. ഓരോ സിറ്റുവേഷൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, അപ്പൊ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണം കുട്ടികൾക്ക്. അതായത് വാലിഡേറ്റ് ചെയ്യാൻ പഠിപ്പിക്കണം. അപ്പൊ സയന്റിസ്റ്റ് എങ്ങാണ് അയാൾ എന്നോട് ചോദിക്കണം, അതെങ്ങനെയാണ് വാല്യൂ ചെയ്യാൻ പഠിപ്പിക്കുന്നത്? ഞാനത് പഠിച്ചിട്ടില്ല, എന്നെ അതാരും പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. അതെനിക്കൊരു ഓർമ്മ വരികയാണ്. അപ്പൊ ഈ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മൾ പകർന്നു കൊടുക്കണമെങ്കിൽ നമ്മളത് ചെയ്യണം, നമുക്കത് അറിയണം. എന്നാൽ മാത്രമേ നമുക്കത് പകർന്നു കൊടുക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ പാരന്റിങ്ങിലാണെങ്കിലും ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും വാല്യൂസ് നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ് നമ്മളുടെ പേഴ്സണാലിറ്റിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പാരന്റ് എങ്ങനെ ആയിരിക്കണം, ഒരു അമ്മ എങ്ങനെ ആയിരിക്കണം, ഒരു അച്ഛൻ എങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാകണം. എന്ത് ബിഹേവ് ചെയ്യണം, കുട്ടികളുടെ മുന്നിൽ വെച്ച് എന്ത് സംസാരിക്കുക, എന്ത് സംസാരിച്ചുകൂടാ. പകരം നടക്കുന്ന ഹസ്ബൻഡ് വൈഫ് നടക്കുന്ന വാറ് കുട്ടികളുടെ മുന്നിലാകാൻ പാടില്ല. ഇതൊന്നും പാടില്ല. അപ്പൊ അവിടെ നമ്മുടെ വൊക്കാബുലറി സൂക്ഷിക്കണം, നമ്മുടെ ഇമോഷൻസ് സൂക്ഷിക്കണം, നമ്മൾ അവരുമായിട്ടുള്ള കോൺവെർസേഷൻസ് സൂക്ഷിക്കണം, മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ പറയുന്നത് കുട്ടിയുടെ ഫ്രണ്ടിൽ വെച്ച് നമ്മൾ പറയുന്നത് സൂക്ഷിക്കണം. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ പാരന്റിങ്ങിന്റെ ഒരു വർക്ക്ഷോപ്പ് എന്നൊക്കെ പറയുന്നത് നമുക്ക് 1-2 കാര്യങ്ങൾ പറഞ്ഞാൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറഞ്ഞാൽ തീരുന്ന കാര്യമല്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഒരു കോൺഷ്യസ് പാരന്റിങ് ആയി മാറുക എന്നുള്ളതാണ്. കുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ വാല്യൂവില്
അതുപോലെ അവരുടെ എത്തിക്സും വാല്യൂസും ഫാമിലി വാല്യൂസും പറഞ്ഞു കൊടുക്കാനും റിലേഷൻഷിപ്പിന്റെ വാല്യൂസ് പറഞ്ഞു കൊടുക്കാനും അതുപോലെ നമുക്ക് റിസോഴ്സിന്റെ വാല്യൂസ്, ടൈം ഒരു റിസോഴ്സാണ്. അത് മനസ്സിലാക്കാത്ത കുട്ടി ജീവിതത്തിൽ ഒരിക്കലും ടൈമിനെ മാനേജ് ചെയ്യത്തില്ല, ലൈഫ് മാനേജ് ചെയ്യില്ല. നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം, ഈവൻ സൺ, ഇപ്പോൾ നമ്മൾ പറയില്ലേ ഇലക്ട്രിസിറ്റി, ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കണം. ലൈഫ് സ്കിൽസ് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പം നമുക്ക് ജീവിതം തന്നെ അവർ നമ്മളിൽ നിന്നാണ് പഠിക്കുന്നത്. നമ്മളാണ് ഫസ്റ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ വി ഹാവ് ടു പ്രിപ്പയർ ഫോർ ദാറ്റ്. A to Z കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അത് വളരെ ഡീപ്പറായിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ഉറപ്പായിട്ടും എൻ്റെ ഏതെങ്കിലുമൊക്കെ ഫ്രീ സെഷനിൽ പാരന്റിങ്ങിന്റെ മാത്രം Q&A സെഷൻ നമുക്ക് വെക്കാം ഒരു ദിവസം. അപ്പോൾ സോ വി ക്യാൻ ഡിസ്കസ് ലിറ്റിൽ ബിറ്റ് മോർ. താങ്ക് യു. മാം ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടേ. ഓക്കെ. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എൻ്റെ ശ്രദ്ധ ചുറ്റുപാടുകളിലേക്ക് ഡിസ്ട്രാക്ട് ചെയ്തു പോകാറുണ്ട്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധ നന്നായി എന്നിലേക്ക് വരാൻ എന്നെ ഒന്ന് അഡ്വൈസ് ചെയ്യാമോ? മെഡിറ്റേഷൻ എന്ന് പറയുന്നത്, ധ്യാനം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ബലം പിടിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ ബലം പിടിച്ച് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നില്ല. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അനായാസമായിട്ട് നമ്മൾ മനസ്സിനെ അതിൻ്റെ വഴിക്ക് വിടുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മൾ ഒരിക്കലും എനിക്ക് മനസ്സിനെ പിടിച്ചു വെക്കണം, ഈ ചിന്തകൾ കൊണ്ടുവരണം, അങ്ങനെ ഒന്നും ചെയ്യരുത്. ഈ യോഗയിലെ ശവാസനം എങ്ങനെയാണോ അതുപോലെയാണ് മനസ്സിന് ധ്യാനം. ശവാസനം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ബാക്കിയുള്ള ആസനം പോലെയല്ല, ജസ്റ്റ് വെറുതെ ഇങ്ങനെ കിടക്കുകയാണ് നമ്മൾ. പക്ഷെ അതിനും ആ ശവാസനയ്ക്കും ഒരു റൂളുണ്ട്, പോസ്റ്റർ ഉണ്ട്. അത് കറക്റ്റ് ആകുമ്പോഴാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക. അതുപോലെയാണ് മെഡിറ്റേഷൻ. ധ്യാനത്തിൽ നമ്മൾ ചിന്തകളെ കൺട്രോൾ ചെയ്യലല്ല, ചിന്തകളെ പിടിച്ചു വെക്കലുമല്ല, ചിന്തകളെ തിരഞ്ഞെടുക്കലുമല്ല, മനസ്സിനെ അതിൻ്റെ വഴിക്ക് വിടുക എന്നുള്ളതാണ്. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ബ്രീതിങ് ആണ്. ശ്വാസത്തിൽ ശ്രദ്ധിക്കുന്നതോടുകൂടി നമ്മൾ നമ്മളിലേക്ക് വരും. ഇൻഫാക്റ്റ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഇന്നർ ജേണിയാണ്, നമ്മളിലേക്ക് പോകലാണ്. അപ്പൊ നമ്മുടെ ഈ 5 സെൻസും അടയ്ക്കുമ്പോഴാണ് നമ്മൾ ആറാമത്തെ സെൻസ്, നമ്മളെ ഉള്ളിലുള്ള ഒരു സെൽഫിന് ഓപ്പൺ ആകുന്നത്. അപ്പൊ ഈ 5 സെൻസും ക്ലോസ് ചെയ്ത് നമ്മൾ ഇന്നർ ജേണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് ദിവസമൊക്കെ കുറച്ച് പാടായിരിക്കും. ഞാൻ പറയുന്നു, വെറുതെ കണ്ണടച്ചിരിക്കുന്നത് പോലും ഒരു ധ്യാനത്തിൽ പെടുത്താം. നമ്മളെല്ലാം ധ്യാനമാണ്. നമ്മൾ ഒരു ഫ്ലോയിൽ ഇരുന്ന് നമ്മളൊരു മ്യൂസിക് കേൾക്കുന്ന ധ്യാനമാണ്, ഒരു ഭക്ഷണം കഴിക്കുന്ന ധ്യാനമാണ്, കുളിക്കുമ്പോഴേ നമുക്ക് ധ്യാനം, ഡ്രൈവിങ്ങിൽ എല്ലായിടത്തും ധ്യാനമുണ്ട്. ഇപ്പൊ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ധ്യാന അവസ്ഥ എല്ലായിടത്തിലും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇവിടെയും ജസ്റ്റ് കണ്ണടച്ചിരിക്കുക, റിലാക്സ് ചെയ്യുക, ബ്രീത്തിൽ ഫോക്കസ് ചെയ്ത് മാത്രം ഇരിക്കുക. ഇവഞ്ച്വലി നമ്മൾ ആ ഒരു സ്റ്റേറ്റിലേക്ക് മെല്ലെ മെല്ലെ എത്തുന്നതാണ് ഒരു നാച്ചുറൽ ധ്യാനം. അങ്ങനെ തന്നെ എത്തിയാൽ മതി. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക. അതായത് നമ്മൾ അതിനകത്ത് യാതൊരു എഫേർട്ടും ഇടരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ഫോർ ദാറ്റ് ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. താങ്ക് യു സോ മച്ച് മാം. നമുക്കപ്പം അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈൻഡപ്പ് ചെയ്താലോ? ഇല്ല, ഓക്കെ മാം. വേറെ ആർക്കെങ്കിലും ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ആർക്കെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഈ ഗ്രൂപ്പിൽ ഇരുന്ന് ചോദിക്കാനുണ്ടോ? മാം, നമ്മളിപ്പോ മെഡിറ്റേഷൻ ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് അങ്ങനെ ഇപ്പം കുറെ സമയം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നു എന്ന് വെച്ചോ, പിന്നെ നമുക്ക് ആ കൂട്ടത്തില് നമുക്ക് കാണാനുള്ള വിഷ്വലൈസേഷൻ അങ്ങനെ പറ്റുമോ? അതോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ടുന്ന കാര്യമാണോ? മെഡിറ്റേഷനകത്ത് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ചെയ്യാം, അഫർമേഷൻ ചെയ്യാം. മെഡിറ്റേഷനിൽ ഇരുന്നുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാം, അഫർമേഷൻ ചെയ്യാം, വിഷ്വലൈസേഷൻ ചെയ്യാം, സെൽഫ് ടോക്ക് കൊടുക്കാം, പ്രെയർ ചെയ്യാം. നമുക്ക് ഒരു എന്താ പറയേണ്ടത്, ഒരു തോട്ട്ലെസ് ആയിട്ടുള്ള ഒരു ഇത് ചെയ്ത് മെഡിറ്റേഷൻ ചെയ്ത് മെഡിറ്റേഷൻ്റെ എൻഡിലേക്ക് നമ്മൾ ആ ഒരു കോർ എന്ന് പറയുന്ന ഒരു തോട്ട്ലെസ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. മെല്ലെ മെല്ലെയാണ് ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക. ആ അവസ്ഥയിലേക്ക് നമുക്ക് ഇതെല്ലാം നമുക്ക് മെഡിറ്റേഷനിൽ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഹയർ സെൽഫുമായിട്ട് കണക്ട് ചെയ്യാം, ഹയർ സെൽഫുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാം, കോൺവെർസേഷൻ ചെയ്യാം, എല്ലാം ചെയ്യാം. സെൽഫുമായിട്ട് സംസാരിക്കാം, ഇതെല്ലാം മെഡിറ്റേഷനിൽ ഇരുന്ന് ചെയ്യാം. നോ റെസ്ട്രിക്ഷൻ. പലതരത്തിലുള്ള മെഡിറ്റേഷൻ ഉണ്ട്, എന്തോരം തരത്തിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ ഓരോരുത്തർക്കും നമുക്ക് ചേരുന്ന രീതി, ഇപ്പൊ ചിലർക്ക് ഗൈഡഡ് മെഡിറ്റേഷൻ ആയിരിക്കും, ചിലർക്ക് വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ആയിരിക്കും,
ചിലർക്ക് വെറുതെ ബ്രീത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന മെഡിറ്റേഷൻ, ചിലർക്ക് റിലാക്സേഷൻ, ജസ്റ്റ് PMR ആയിരിക്കും, ചിലർക്ക് ജസ്റ്റ് കണ്ണടച്ചിരിക്കലായിരിക്കും. ഏതാണോ, ഏത് ടൈപ്പാണോ, മെത്തേഡാണോ നിങ്ങൾക്ക് ഓക്കെ ആണോ അത് അപ്ലൈ ചെയ്യുക. പതുക്കെ പതുക്കെ അതിൽ നമുക്ക് മാസ്റ്റർ ആകാൻ പറ്റും. താങ്ക് യു. സോ താങ്ക് യു സോ മച്ച്. ഇത് ഇന്നത്തേക്ക് നമുക്ക് എത്രയും മതിയെന്ന് വിചാരിക്കുന്നു. നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം. എന്ത് പറയുന്നു? റെഡി? വൈൻഡപ്പ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. അപ്പോൾ ഇന്ന് നമുക്ക് ചലഞ്ചിന്റെ ഗ്രൂപ്പിൽ കുറേ ചലഞ്ച് ഇന്ന് ഞാൻ കൊടുത്തത് കൊണ്ട് ഇന്ന് നമുക്ക് ചലഞ്ച് ഇല്ല. താങ്ക് യു ഷാജി. നമുക്ക് അടുത്ത ചലഞ്ച് ഗ്രൂപ്പിൽ നാളെയാണ് നമുക്ക് ചലഞ്ച് ഉള്ളത്. നാളെ നമ്മുടെ സെഷൻ എടുക്കുന്ന ആരാണ്? ബില്ല, ഒരു മിനിറ്റ് മാം. ഞാനൊന്ന് ഷീറ്റ് ഓപ്പൺ ചെയ്യണേ മാം, ഒരു മിനിറ്റ്. കുഴപ്പമില്ല. നമുക്ക് November 1 നമ്മുടെ പ്രോഗ്രാം തീരുന്നത്, വൈൻഡപ്പ് ചെയ്യുന്ന ദിവസമാണ്. അത് നമുക്കൊരു ഗ്രാൻഡ് ഫിനാലെ ഉണ്ട്. നമ്മുടെ എല്ലാ കോച്ചുമാരും ഉണ്ടാകും. താങ്ക് യു ശരത്. എല്ലാ കോച്ചുമാരും ഉണ്ടാകും. നിങ്ങൾ ആരും മിസ് ചെയ്യരുത്, ആ ഒരു ദിവസം മിസ് ചെയ്യരുത്. നിങ്ങൾ വരണം. പക്ഷെ നമ്മൾ പിന്നെ എപ്പോഴാണ് നമ്മൾ ഒരുമിച്ച് പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകുക നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അന്നത്തെ ദിവസം നിങ്ങൾ വരണം. എല്ലാവരും നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മളുമായിട്ട് കൺവേ ചെയ്യണമെങ്കിൽ, എന്തുണ്ടെങ്കിലും നമുക്ക് അന്ന് നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ അന്ന് നമ്മൾ ഗെറ്റ് ടുഗദറൊക്കെ നടത്തൂലേ, നമ്മൾ ഒരു മാസം ഒരുമിച്ചുണ്ടായിട്ട് ലാസ്റ്റ് ഒരു പാർട്ടിയൊക്കെ നടത്തൂലേ, നമുക്ക് സൂം പാർട്ടി നമുക്കന്ന് നടത്താം. സൂമിലൊരു പാർട്ടിയൊക്കെ നടത്തിയിട്ട് നമുക്ക് ഇന്ന് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരെയും ഞാൻ നേരത്തെ നല്ല സുന്ദരികളും സുന്ദരന്മാരായിട്ടൊന്ന് വരണം കേട്ടോ. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വരണേ. നമ്മൾ പാർട്ടിക്ക് പോകുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ക്യാമറയൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ടായിരിക്കണം അന്നത്തെ ദിവസം സെഷൻ അറ്റൻഡ് ചെയ്യാനുള്ളത്. അന്ന് ആക്ഷൻ ടേക്കേഴ്സിന് വേണ്ടിയിട്ട് ഗിഫ്റ്റൊക്കെ നമ്മൾ പറയുന്നുണ്ടാകും. താങ്ക് യു ബി. ഗിഫ്റ്റൊക്കെ നമ്മൾ പറയുന്നുണ്ടാകും. അപ്പോൾ നിങ്ങളാണ് ഭാഗ്യശാലിയെങ്കിൽ അപ്പോൾ ഇവിടെ വെച്ച് തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരെയും ഇനിയുള്ള എല്ലാ സെഷനും, ഇതുവരെയുള്ള എല്ലാം നല്ലതായിരുന്നു, ഇനിയുള്ള എല്ലാ സെഷനും നിർബന്ധമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. മാം നാളത്തെ സെഷൻ മിസ് അഖില സനോജ്. അഖില, പവർഫുൾ, വളരെ പവർഫുൾ സെഷൻ ആയിരിക്കും നാളത്തെ സെഷൻ. ഡോണ്ട് മിസ് ടുമോറോ സെഷൻ. ഒരു സെഷനും മിസ് ചെയ്യരുത്. നാളത്തെ സെഷൻ ഒട്ടും മിസ് ചെയ്യരുത്. അപ്പോൾ എല്ലാവരെയും നാളത്തെ സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം, നല്ലൊരു ജീവിതം ഒക്കെ ഞാൻ ആശംസിക്കുകയാണ്. ശുഭരാത്രി. ബൈ, ഗുഡ് നൈറ്റ്. Thank you, ma'am. Thank you, madam. Thank you, Good night. ma'am. Thank you, ma'am. Thank you. Thank you, ma'am. Thank you. Thank you, ma'am. Thank you. Thank Thank you, ma'am. Thank you.